ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷകരമായ ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജന്മഭൂമിയിൽ നിന്നുകൊണ്ട് കർത്താവിനെ സാക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞതുപോലെ അനേക വർഷങ്ങൾ സുവിശേഷം കേട്ട ഒരു മണ്ണിലാണ് നാം ഇന്ന് രാത്രിയും ഇരിക്കുന്നത്. ഈ രാത്രിയിൽ നിങ്ങളോട് ഞാൻ പറയണം എന്നാഗ്രഹിക്കുന്ന വാക്കുകൾ സുവിശേഷത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ എന്നുള്ള നിലയ്ക്കാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മനസ്സിൽ വന്ന ചില ചിന്തകളാണ് ലളിതമായിട്ട് നിങ്ങളുമായി പറയുവാൻ പങ്കുവയ്ക്കുവാൻ ഞാൻ വിചാരിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ ആമുഖമായിട്ട് വായിക്കുകയാണ്. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതിയ ലേഖനമാണ് ഇത്. അവിടെ ഒരു കൂട്ടം വിശ്വാസികൾ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ സന്തോഷിച്ചുകൊണ്ട് അവരെ കൃപയിൽ നിലനിർത്താൻ ആഗ്രഹിച്ച് എഴുതുന്ന വാക്യങ്ങളാണ് നാം ഈ ഭാഗത്തൊക്കെ വായിക്കുന്നത്. എന്നാൽ നമ്മൾ വായിച്ച ആ ഒരു വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ആ സുവിശേഷം സർവ്വലോകത്തിലും വ്യാപിച്ചതാണ്, നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ആ സുവിശേഷത്തെ അംഗീകരിച്ച് ഫലം കായ്ക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ നടത്തപ്പെടുന്ന യോഗങ്ങൾ എന്ന് പറയുന്നത് സുവിശേഷ സന്ദേശം അറിയിക്കുന്ന യോഗങ്ങളാണ്. ഇപ്പോൾ ഇന്ന് ഇത് ആരംഭിക്കുന്നു. 4 രാത്രികൾ കർത്താവ് അനുവദിച്ചാൽ ദീർഘിച്ചാൽ 4 രാത്രികളിലും ഇവിടെ സംസാരിക്കുന്നത് സുവിശേഷം എന്ന സന്ദേശമാണ്. സുവിശേഷമാണ്. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിന് 2 രൂപങ്ങളുണ്ട് എന്നാണ് വേദപുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഒന്ന്, സുവിശേഷം എന്ന് പറയുന്നത് ഒരു സന്ദേശമാണ്. ഇന്ന് രാത്രി ഇവിടെ ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ അത് ഒരു ദൂതായി, ഒരു സന്ദേശമായി, ഒരു പ്രസംഗമായി നിങ്ങളുടെ ചെവിയിലേക്ക് വരികയാണ്. സുവിശേഷം കേൾക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ്. അതുകൊണ്ടാണല്ലോ സുവിശേഷത്തിൻ്റെ കേൾവി എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. സുവിശേഷം കേൾക്കുന്ന ഒരു സന്ദേശമാണ്. ഗുഡ് ന്യൂസ് എന്ന് പറയാറുണ്ട്. അത് മുഴുവനും ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഗുഡ് ന്യൂസ് ആണ്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഗുഡ് ന്യൂസിനേക്കാൾ വ്യക്തമായിട്ട് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഗോസ്പൽ എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ദൈവം സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സുവിശേഷം, അത് ഒരു വശമാണ്. രണ്ടാമത്തേത്, സുവിശേഷത്തിന് ഒരു ആൾ രൂപമുണ്ട്, അതായത് ഒരു ആളത്വമുണ്ട്. അത് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പൊ സുവിശേഷത്തിന് ഒരു ആളത്വമുണ്ട്. അത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു എന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ആ ആളത്വത്തിൻ്റെ പ്രഖ്യാപനമാണ് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. യേശു കർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന്. ഒരാൾ പറയുകയാണ്, എന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ ആരാണെന്നുള്ളത് ശരിയായിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന്. ആരാണ് ആ വ്യക്തി? അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന്റെ കാതൽ ഘടകം എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. അപ്പൊ യേശുക്രിസ്തു എന്ന അനുഗ്രഹീതമായ വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതൊരു സന്ദേശമാണ്. അപ്പോൾ തന്നെ ഇത് ദൈവപുത്രനെ ചൂണ്ടിക്കാണിക്കുന്ന മഹത്വമാർന്ന ദൈവവചന ശുശ്രൂഷയാണ് സുവിശേഷം. ആ സുവിശേഷം. എന്നാൽ ഇവിടെ ഈ സുവിശേഷത്തിന്റെ ഒരു വിശദീകരണം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്.
സുവിശേഷത്തിന്റെ സത്യവചനം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? പൗലോസ് ജീവിച്ച കാലത്ത് തന്നെ സുവിശേഷത്തിന്റെ തെറ്റായ ചില പഠിപ്പിക്കലുകൾ നിലവിൽ വന്നിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സുവിശേഷത്തിന് വിപരീതമായ സുവിശേഷമെന്ന്. അതായത് നിർമ്മല സുവിശേഷത്തിന് എതിരായി നിൽക്കുന്ന സുവിശേഷം. അതെല്ലാ കാലത്തും ഉണ്ട്, ഇന്നുമുണ്ട്. ഞാൻ വിമർശനത്തിന് വേണ്ടി ആ കാര്യം ഇന്നധികം പറയാനായിട്ട് വിചാരിക്കുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ നിർമ്മലമായ സുവിശേഷത്തിന് വിരുദ്ധമായ വിപരീതമായ സുവിശേഷമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്, വേറൊരു സുവിശേഷം എന്നാണ്. അതായത് നിങ്ങൾ കേട്ട് രക്ഷിക്കപ്പെടുവാനിടയായ നിർമ്മലമായ, ഇവിടെ വായിച്ച പോലെ സുവിശേഷത്തിന്റെ സത്യവചനമുണ്ട്, എന്നാൽ വേറെ ഒരു സുവിശേഷം അറിയിക്കപ്പെടുകയാണ്. എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷ പ്രസംഗം എന്ന പേരിൽ ഇന്ന് നടക്കുന്ന പല യോഗങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുന്നില്ല എന്നുള്ളത് സങ്കടത്തോടുകൂടെ ഓർക്കേണ്ടതാണ്. കുറെ കഥകളും കടങ്കഥകളും നർമ്മങ്ങളും ഒക്കെ പറയുക, കുറെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുക, മനുഷ്യനെ തെറ്റായ നിലയിലേക്ക് നയിക്കുക, പാപബോധം വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വതന്ത്രമായ വ്യാപാരത്തിന് തടയിട്ടുകൊണ്ട് സുവിശേഷത്തെ വികലമായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയും ഇവിടെ നടക്കുന്ന യോഗങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ യഥാർത്ഥമായ രൂപത്തെ പറയുവാൻ കഴിയുന്നു എന്നുള്ളത് ദൈവം നൽകിയ വലിയ ഭാഗ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. സുവിശേഷത്തിന്റെ സത്യരൂപത്തെ അവതരിപ്പിക്കുവാൻ സാധിക്കുന്നു. സുവിശേഷം ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവപുത്രനെ കുറിച്ചുള്ള സന്ദേശം നിങ്ങളോട് പറയുകയാണ്. ഇനി രണ്ടാമത് അവിടെ വായിക്കുന്ന ഒരു കാര്യം, ആ സുവിശേഷം സർവ്വലോകത്തിലും ചെന്നതാണ്. ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും എല്ലാ കോണുകളിലും ചെന്ന വേറെ ഒരു സന്ദേശവുമില്ല. അങ്ങനെ ഒരു സന്ദേശമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സുവിശേഷം. വേറെ ഒരു സന്ദേശവും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ചെന്നിട്ടില്ല. എല്ലാ വൻകരകളിലും എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ചെന്നെത്തിയ ആ സുവിശേഷം. ഇതിന്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചുമെന്നാണ്. അതായത് ഈ ഭൂമിയുടെ പരപ്പിൽ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും സാർവലൗകികമായി അറിയിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം. അതും ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് സർവ്വലോകത്തിലും എത്തിച്ചേർന്നതാണ്. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്ന കാര്യം, ആ സുവിശേഷം നിങ്ങളുടെ അടുക്കലും എത്തി എന്നാണ്. കൊലോസ്യ എന്ന് പറയുന്ന ആ നഗരത്തിന്റെ അകത്തേക്ക് സുവിശേഷം എത്തി, നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചേർന്നു. ലോകത്തിലെ പല മതങ്ങളും ദൈവത്തെ അന്വേഷിച്ചു പോവുകയാണ്. ദൈവം എവിടെയാണ് എന്നുള്ള കാര്യം അവർ തേടിപ്പോവുകയാണ്. എന്ന സുവിശേഷത്തിന്റെ പ്രത്യേകത, നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ തേടി വരുന്നു. അത് സുവിശേഷത്തിന്റെ മറ്റൊരു കാര്യമാണ്. പാപി ഇരിക്കുന്ന സ്ഥലത്ത് അവന്റെ അടുക്കൽ, അവനെ തേടി അവന്റെ അടുക്കലേക്ക് വരുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം. നമ്മുടെ കർത്താവ് പറയുകയുണ്ടായി, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. ആ നിയോഗം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ജനം കടന്നുപോയി. അവർ അറിയിച്ച സുവിശേഷം നമ്മുടെ അടുക്കലേക്ക് വന്നതാണ്. നാം ഇരിക്കുന്ന സ്ഥലത്തേക്ക്, നമ്മുടെ വീടുകൾക്കകത്തേക്ക് ആ സുവിശേഷം വരുവാനിടയായി. വാളകമെന്ന ദേശത്ത് ദൈവം നൽകിയ ഭാഗ്യമെന്ന് പറയുന്നത് സുവിശേഷം നമ്മെ സന്ദർശിക്കുവാൻ ഇടയായി എന്നുള്ളതാണ്. അതായത് ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും എത്തിയ വചനം നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചേർന്നു. അത് നിങ്ങൾ കേൾക്കുവാൻ ഇടയായി. മറ്റൊരു കാര്യം, ഈ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം, ദൈവകൃപയെ നിങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ്. സുവിശേഷ പ്രസംഗത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് അറിയിക്കുക. ദൈവകൃപാലുവാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവ കൃപയുള്ളവനാണ് എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ മാത്രമല്ല, ആ കൃപ ഏത് പാപിയെയും രക്ഷിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്ന കൃപയുടെ പ്രത്യേകത. കൊലോസ്യ എന്ന നഗരത്തിലേക്ക് വചനം ചെന്നപ്പോൾ ദൈവത്തിന് വിരുദ്ധമായി ജീവിച്ച ഒരു കൂട്ടം ആളുകളെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം രക്ഷിച്ചു.
എന്താണ് കൃപയുടെ അർത്ഥം? ലളിതമായിട്ട് പറഞ്ഞാൽ, എനിക്ക് അർഹതയില്ല, തരുന്നയാള് തരുന്നത് കൊണ്ട് ഞാൻ കൈനീട്ടി മേടിക്കുന്നു, അതിൻ്റെ പേരാണ് കൃപ. ലളിതമായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ചോദിക്കാൻ പോലും അർഹതയില്ല, അദ്ദേഹം തരുന്നത് കൊണ്ട് ഞാൻ കൈനീട്ടി മേടിക്കുന്നു, അതിൻ്റെ പേരാണ് കൃപ. അങ്ങനെയുള്ള ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ വിലയേറിയ സുവിശേഷം എന്ന് പറയുന്നത്. ഏത് പാപിയെയും അത് രക്ഷിക്കുന്നതാണ്. ഞാൻ ഓർക്കുന്നു, കുറേ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് മുക്കോലയ്ക്കൽ എന്ന ഒരു സ്ഥലം, മണ്ണന്തല അടുത്തുള്ള സ്ഥലമാണ്. ആ സ്കൂളിൽ വെച്ച്, മുക്കോലയ്ക്കൽ സ്കൂളിൽ വെച്ച് ഒരു വലിയ കൺവെൻഷൻ ക്രമീകരിച്ചു. അപ്പോൾ ആ യോഗത്തിൽ 3 രാത്രികളിൽ 3 പേരുടെ സാക്ഷ്യമുണ്ട്. ആദ്യം അവർ സാക്ഷ്യം പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പ്രസംഗിക്കുന്നത്. ആദ്യത്തെ രാത്രി പ്രസംഗിച്ചത് ഒരുപക്ഷെ ഇവിടെയും നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള വെള്ളത്തൂവൽ സ്റ്റീഫൻ എന്ന് പറയുന്ന നക്സലൈറ്റ് നേതാവായിരുന്ന മനുഷ്യനാണ്. തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ആദ്യത്തെ രാത്രിയിൽ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം പറഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രസംഗിക്കും. രണ്ടാമത്തെ രാത്രി പ്രസംഗിച്ചത് ഗോപിചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഒരാൾ വെടിവെച്ചു കൊന്ന മനുഷ്യനാണ്. അദ്ദേഹം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചാണ് രക്ഷിക്കപ്പെടുവാനിടയായത്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് രണ്ടാമത്തെ രാത്രി ഉണ്ടായത്. മൂന്നാമത്തെ രാത്രി ഞായറാഴ്ച യോഗം നടക്കുന്നതിന് കുറേ മുൻപ് സാക്ഷ്യം പറയുന്ന ആൾ വന്നു. ഞങ്ങൾ ഒരുമിച്ച് വർത്തമാനം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്നു. കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥന അവസാനിക്കുന്നില്ല. അപ്പം എനിക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അപ്പുറത്തെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. കൺവെൻഷനിലെ കൊയർ പാടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, പതിയെ തട്ടിയിട്ട് പറഞ്ഞു, ബ്രദറെ അവിടെ പാട്ട് തുടങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആമേൻ പറഞ്ഞ് ആ പ്രാർത്ഥന അവസാനിപ്പിച്ചു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ എൻ്റെ കൂടെയുള്ള ആ പ്രാർത്ഥിച്ച മനുഷ്യൻ പറഞ്ഞു, ബ്രദറെ എനിക്കിപ്പോൾ പ്രാർത്ഥിച്ചാൽ നിർത്താനായിട്ട് വലിയ പ്രയാസമാണ്. കാരണം ഞാൻ സാക്ഷ്യം പറയാൻ പോകുകയല്ലേ, എൻ്റെ ഹൃദയം അതുപോലെ അങ്ങോട്ട് സന്തോഷം കൊണ്ട് നിറയുക എന്ന് പറഞ്ഞു. ഞാൻ ഇനി അത് ആരാണെന്നങ്ങ് പറഞ്ഞിട്ട് പോകാം. മദ്രാസിലെ മോൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്ന റെനി ജോർജ്, കരിക്കൻ വില്ല കൊലപാതക കേസിലെ 1ാം പ്രതിയായ റെനി ജോർജ് ആയിരുന്നു അത്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ യോഗസ്ഥലത്തേക്ക് പോയി. ഒരു വമ്പിച്ച ജനതതി, ഒരു 7000-നും 8000-നും ഇടയ്ക്ക് ഉള്ള പുരുഷാരം ആ യോഗത്തിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഈ റെനി ജോർജ് പറഞ്ഞു, എൻ്റെ കൈകളുടെ നിറം വെള്ളയാണ്, ഇപ്പോൾ നല്ല വെള്ള നിറമാണ്. പക്ഷേ ഒരു കൃത്യമായ കണക്ക് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ കൈയുടെ നിറം വെള്ളയല്ല, ഇതിൽ ചോരയുണ്ടായിരുന്നു, ചുവന്ന നിറമായിരുന്നു എൻ്റെ കൈകൾക്ക് ഉണ്ടായിരുന്നത്. എന്നെ വളരെയേറെ സ്നേഹിച്ച, കൊലപാതകം നടത്തുന്നതിന് മുൻപ് എനിക്ക് ആഹാരം തന്ന എൻ്റെ അച്ചായനെയും അമ്മാമ്മയെ കൊന്നത് ഈ കൈകൾ കൊണ്ടാണ്, ഇവിടെയാണ് കഠാര പിടിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ സഭകൾക്ക് കഴിഞ്ഞില്ല, എന്നെ മാനസാന്തരപ്പെടുത്തുവാൻ പൂജപ്പുര സെൻട്രൽ ജയിലിന് കഴിഞ്ഞില്ല, എന്നാൽ എന്നെ മാനസാന്തരപ്പെടുത്തിയത് കാൽവറിയിലെ ക്രൂശിൽ ചൊരിഞ്ഞ ദൈവ കുഞ്ഞാടിന്റെ രക്തമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഏത് ഹീനനായ, ഏറ്റവും നരകാവകാശിയായ, ഹതാശനായ പാപിയെ രക്ഷിക്കുന്ന ദൈവകൃപ, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏതൊരു പ്രസംഗം ശ്രദ്ധിച്ചാലാണ് അത് കേൾക്കാൻ കഴിയുക? ഏത് സാഹിത്യ പ്രസംഗം, ഏത് സാംസ്കാരിക നായകന്റെ പ്രസംഗം, ഏത് രാഷ്ട്രീയ പ്രസംഗം, എവിടെയാണ് ദൈവകൃപയുടെ അനന്യസാധാരണമായ പ്രകാശനമുണ്ടാകുന്നത്? അത് വരുന്നത് സുവിശേഷ പ്രസംഗത്തിൽ മാത്രമാണ്. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിയുവാൻ ഇടയായി. സുവിശേഷത്തിൽ അന്തർലീനമായിട്ടുള്ള ദൈവകൃപയുടെ സമൃദ്ധിയെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സുവിശേഷം ദൈവകൃപയെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. കൃപ നമ്മെ രക്ഷിക്കുന്നതാണ്. ഇനി അവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, ആ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ ഒരു നാളുണ്ട്. അതായത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ജനിക്കുമ്പോഴേ ആരംഭിക്കുന്നതല്ല. ഞാൻ വാളകത്താ നിൽക്കുന്നത്, എൻ്റെ മണ്ണിലാ ഞാൻ നിൽക്കുന്നത്. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, എൻ്റെ ചാർച്ചക്കാരും എനിക്ക് പരിചയമുള്ളവരുമായ എൻ്റെ സ്വന്തക്കാരായ അനേകരുടെ മുൻപിൽ നിന്നുകൊണ്ട് ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ ജനനം കൊണ്ട് നാം ഒരു വിശ്വാസിയായി തീരുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു.
അതായത് ഞാനൊരു ക്രിസ്തീയ വീട്ടിൽ എന്റെ മാതാപിതാക്കന്മാർ ക്രിസ്ത്യാനികളായതുകൊണ്ട്, അവർ വേദപുസ്തകം വായിക്കുന്നവരായതുകൊണ്ട്, അവർ ദേവാലയത്തിൽ പോകുന്നതുകൊണ്ട്, അവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, അവരുടെ മകനായി ജനിച്ചതുകൊണ്ട് വിശ്വാസ ജീവിതം തുടങ്ങുന്നില്ല. പിന്നെ വേറെ വരുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോ തമസ്കരിക്കുകയാണ്, അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് ദൈവകൃപയെ കേട്ടറിഞ്ഞ് അംഗീകരിക്കുന്ന സമയത്താണ്. ഇതിന്റെ അർത്ഥം ഇതാണ്, ചുരുക്കം പറഞ്ഞാൽ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോഴാണ് അവന്റെ വിശ്വാസ ജീവിതം തുടങ്ങുന്നത്. അതുവരെ അവൻ മഹാപാപിയായി ജീവിക്കുകയാണ്. കൃപയിലേക്ക് വരാത്ത കാലത്തോളം അവന് വിശ്വാസി എന്ന് പറയാൻ പാടില്ല. തെറ്റിച്ചാണ് ആൾക്കാർ ഇപ്പോഴും പറയുന്നത്, ഒരു ക്രിസ്തീയ വീട്ടിൽ ജനിച്ചതുകൊണ്ട് അവൻ ക്രിസ്ത്യാനിയാണ്. നമ്മുടെ സർക്കാരൊക്കെ അങ്ങനെ എഴുതുക, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. എന്നാൽ ശരിയായ ക്രിസ്ത്യാനിയായി തീരുന്നത് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവമൈതലായി തീരുമ്പോൾ മാത്രമാണ്. ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ, യേശു എന്റെ പാപം തീർത്ത നാൾ, അതാണ് ഭാഗ്യനാൾ. അവിടെയാണ് ഒരു വ്യക്തി ജനിക്കുന്നത്. ഞാൻ ഭാഗ്യവാനായി തീർന്നത് എന്റെ പാപം തീർത്ത നാളിലാണ്. അങ്ങനെയുള്ള ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം എന്റെ പാപങ്ങൾക്ക് പരിഹാരം തന്നിരിക്കുന്നു. പ്രിയ തങ്കച്ചനച്ഛൻ, ഞങ്ങൾ ഒരു ബെഞ്ചിൽ ഏറ്റവും അടുത്തിരുന്ന് ഞങ്ങളാ പല വർഷങ്ങൾ. എൻ്റെ തോള്, എൻ്റെ വലത്തെ തോള് അദ്ദേഹത്തിൻ്റെ ഇടത്തെ തോളുമായി മുട്ടിയിരുന്നാണ് ഞങ്ങൾ പഠിച്ചത്. പക്ഷെ ആ ഒരുമിച്ചിരിപ്പല്ല എന്നെ കൃപയിലേക്ക് നയിച്ചത്. പിന്നെയോ സുവിശേഷം കേട്ടപ്പോഴാണ്. ഇതിന് തൊട്ടപ്പുറത്ത്, ഈ സൊസൈറ്റിയുടെ അപ്പുറത്ത് ഒരിക്കൽ കൺവെൻഷൻ നടക്കുക. ആ ദിവസം മറക്കാൻ കഴിയുകയില്ല. ഇന്ന് മഹത്വത്തിൽ പ്രസവിക്കുന്ന JM ഡേവിസ് എന്ന് പറയുന്ന ഒരു സായിപ്പ്, അദ്ദേഹം കേരളക്കരയിൽ വന്ന് ഒരുപാട് കൊല്ലങ്ങൾ പ്രസംഗിച്ച ആളാണ്. മലയാളം നന്നായിട്ട് സംസാരിക്കും. വേദപുസ്തകത്തിലെ 22-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ ആ രാത്രി യോഗം കഴിയാനായിട്ട് അത്രയും വെയിറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഒരുപക്ഷെ എന്റെ പ്രായക്കുറവിന്റെ കൂടെ അപക്വതയായിരിക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, യേശു കർത്താവേ, ഞാനൊരു പാപിയാണ്. അന്ന് രാത്രിയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. സുവിശേഷം കേട്ട് അറിഞ്ഞ നാള് അതാണ്. അന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എന്റെ അപ്പച്ചന് സുവിശേഷകനായിരുന്നു എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അറിയാം. ആ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എന്റെ ചെറുപ്പത്തിലെ എന്റെ ജ്യേഷ്ഠൻ PV ജേക്കബ് സാറ് രാജിവെച്ച് സ്കൂൾ ജോലി കഴിഞ്ഞ് വേലയ്ക്ക് വേണ്ടി പോയ ആളാണ്. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. എന്നാൽ എന്റെ പാപത്തെ കുറിച്ചുള്ള ആഴമായ ബോധമുണ്ടായ ആ രാത്രിയിൽ ഞാൻ ദൈവമൈതലായി. ഇന്ന് രാത്രി നിങ്ങളുടെ പശ്ചാത്തലം ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താത്ത കാലത്തോളം രക്ഷിക്കപ്പെട്ടു ദൈവ പൈതലായി എന്ന് പറയാൻ സാധ്യമല്ല. ശാരീരിക ജന്മം കൊണ്ട് ആരും ദൈവമക്കളായി തീരുകയില്ല, അല്ലേ? വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ എത്രയോ വലിയ ഒരു സത്യമാണത് നാം അറിയേണ്ടതാണ്. അപ്പൊ ഞാൻ അത്രയും വാക്കുകൾ പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? ആ സുവിശേഷം സർവ്വലോകത്തിലും എത്തിയതാണ്. ആ സുവിശേഷം നിങ്ങളെ തേടി വന്നതാണ്. ആ സുവിശേഷം ദൈവകൃപയെ കുറിച്ചുള്ളതാണ്. ആ സുവിശേഷം കേട്ട് അറിഞ്ഞ് അംഗീകരിച്ച ഒരു നാളുണ്ട്. അതാണ് കൊലോസയിൽ സുവിശേഷം ചെയ്തത്. ഇനി അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളിൽ 3 പ്രത്യേക പദപ്രയോഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സുവിശേഷം ചെല്ലുന്നിടത്തൊക്കെ സുവിശേഷം ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. അതിലൊന്ന് 4-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടു. ഒന്നുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. സ്നേഹിക്കാനായിട്ട് ഇടവരുത്തിയത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരവകാശം മനുഷ്യരെ അന്യോന്യം സ്നേഹിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. വാളെടുക്കാനല്ല, വാൾ ഉറയിലിടാൻ പഠിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ സുവിശേഷം.
ഞാൻ മതങ്ങളുമായിട്ടുള്ള ഒരു താരതമ്യത്തിന് തുനിയുകയില്ല. പക്ഷേ ഞാനൊരു ദൈവ പൈതൽ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് അഭിമാനത്തോടെ പറയാം, സുവിശേഷമാണ് മനുഷ്യരെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചത് എന്ന വസ്തുത നാം ആരും മറന്നു പോകരുത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂര് ഒരു കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് ഞായറാഴ്ച രാത്രി പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ താമസിക്കുന്ന ആ മുറിയിലേക്ക് ഒരു സഹോദരൻ ഓടിക്കയറി വന്നു. ജെയിംസ് ബ്രദറെ, കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അല്ല, ഇന്നൊരു വലിയ സംഭവം ഉണ്ടായി. ഒറീസയിൽ നമ്മുടെ ഒരു സഹോദരനെ, ഒരു മിഷണറിയെ വളരെ ക്രൂരമായ നിലയ്ക്ക് കൊലപ്പെടുത്തി. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും കൊലപ്പെടുത്തി എന്ന് പറഞ്ഞു. അത് അറിഞ്ഞിട്ട് അധികം നേരമായിട്ടില്ല. അതുകൊണ്ട് താഴെ സഹോദരന്മാരെല്ലാവരും താഴെയുണ്ട്, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകണം, യോഗം അല്പം താമസിച്ചേ തുടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഒറീസ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അവികസിതമായ ഒരു സംസ്ഥാനത്ത് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾക്കറിയാം, അദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്, ഒരു മിഷണറിയാണ്. ഇവിടെ വന്ന് അവിടെ ഒരു സ്ഥാപനം നടത്തുകയായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. ഒരു കുഷ്ഠരോഗ ആശുപത്രി പോലെ നടത്തുകയാണ് സ്ഥാപനം, ബാരിപ്പട എന്ന ഗ്രാമത്തിൽ. അവിടെ ചെന്ന് ചേർന്ന് ഒരു ദിവസം തൻ്റെ മക്കളോടൊരുമിച്ച്, ഫിലിപ്പ്, തിമോത്തി, 2 കുട്ടികൾ, ആൺകുട്ടികൾ, കൈകളില്ലാത്ത വിരലുകൾ നഷ്ടപ്പെട്ട കുഷ്ഠരോഗികളുടെ വായിലേക്ക് ചോറും മറ്റു സാധനങ്ങളുമൊക്കെ ഉരുട്ടി വെച്ചു കൊടുത്തത് ഈ കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ആ കുഷ്ഠരോഗികളെ തീറ്റിപ്പോറ്റിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ആ പഴയ ജീപ്പ് വളഞ്ഞ് അതിനകത്ത് ആ ജീപ്പിനോടൊരുമിച്ച് ഈ 3 പേരെ കത്തിച്ചു കളഞ്ഞ സംഭവം. ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ 2 മക്കൾ ഫിലിപ്പും തിമോത്തിയും. പിന്നീട് അറിഞ്ഞത്, ആളുകൾ വന്നപ്പോൾ കണ്ട കാഴ്ച, ആ ജീപ്പിനകത്ത് കെട്ടുപിണഞ്ഞ് 3 ശവശരീരങ്ങൾ കിടക്കിയ, എല്ലു മാത്രം, മാംസമെല്ലാം ദ്രവിച്ചുപോയ 3 ശരീരങ്ങൾ. ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, ഇവരെന്ത് ദോഷമാണ് ഇന്ത്യയിൽ ചെയ്തത്? ആർഷഭാരതം എന്ന് പറയുമ്പോൾ നമ്മുടെ ചോര തിളയ്ക്കണമെന്നാ പറയുന്നത്. ഈ മണ്ണ് എന്താണ് അവരോട് ചെയ്തത്? കുഷ്ഠരോഗികളെ സഹായിച്ചതാണോ? അവർക്ക് ആഹാരം കൊടുത്തതാണോ? അവരുടെ കണ്ണീരൊപ്പിയതാണോ? ഇന്ത്യക്ക് വേണ്ടാത്ത ഏറ്റവും ആലംബഹീനരെ സഹായിക്കാൻ ആ വെള്ളക്കാർ വന്നതാണോ അവർ ചെയ്ത പാപം? ആർഷഭാരതത്തിന് ഒരു കാലത്തും മോചനം കിട്ടാത്ത നിലയ്ക്ക് അവരുടെ ശരീരം ചാരമാക്കിയ ഈ മണ്ണാണ് ഇപ്പോൾ ഭാരതമെന്ന് പുകഴ്പെറ്റ ഈ നാട്. അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ വാജ്പേയി പറഞ്ഞൊരു വാചകമുണ്ട്, നാണം കൊണ്ട് എന്റെ തല കുനിയുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞ വാക്കാണ്, എന്റെ തല താഴുകയാണ്, ഇന്ത്യ ചെയ്ത പാതകമതാണ്. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയോട്, ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യയോട്, ഗ്ലാഡീസ്, അവരോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗ്ലാഡീസ്, നിന്റെ ഭർത്താവിനെയും നിന്റെ 2 ആൺകുഞ്ഞുങ്ങളെയും കത്തിച്ചു കളഞ്ഞത് ഈ മണ്ണിലാണ്. ആ കൊലപാതകന്മാരോട്, ഘാതകരോട് നിന്റെ മനോഭാവം എന്താണ്? ആ ഗ്ലാഡീസ് എന്ന ദേവദാസി പറഞ്ഞത് എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു എന്നെ പഠിപ്പിച്ചത് അവരെ സ്നേഹിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് വിരോധമില്ല, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി വാളകത്ത് ഞാൻ ചോദിക്കുക, ഈ ലോകത്തിൽ സ്വന്തം പിതാവിനെ, സ്വന്തം ഭർത്താവിനെ, സ്വന്തം മക്കളെ, സഹോദരങ്ങളെ കൊന്നവരോട് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ദൈവകൃപയുടെ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ലേ? സ്നേഹിക്കുകയാണ് അവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവരെ സഹായിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ദൈവസഭയ്ക്ക് മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവസഭയ്ക്ക് മാത്രമാണ്. ഇന്നത്തെ മലയാള മനോരമയിൽ അധികം വായിക്കാൻ സമയം കിട്ടിയില്ല, ഇങ്ങനെ ഓടിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് ജീവിതം മടുത്തെങ്കിൽ ഇന്ന ദ്വീപിലേക്ക് പോകുക എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഒരു ലേഖനമുണ്ടായി. നിങ്ങൾ വായിച്ചോ, എനിക്ക് അറിയാൻ പാടില്ല. ആൻഡമാൻസിലെ ഒരു ചെറിയ ദ്വീപാണ്. അവിടുത്തെ ആളുകൾ എന്ന് പറയുന്ന ക്രൂരന്മാരാണ്. പഴയ കപ്പലുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയാൽ അതിൻ്റെ കമ്പിയെടുത്ത് അമ്പുണ്ടാക്കി ആളുകളെ കൊല്ലുന്ന ആൾക്കാരാണ്. അവിടെ ചെന്നവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. അവിടെ ചെന്നാൽ മരണം ഉറപ്പാണ്. അതുകൊണ്ടാണ് തലക്കെട്ടിൽ എഴുതിയത്, ജീവിതം അടുത്തെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി, അവരവിടെ ചെല്ലുമ്പോൾ കൊല്ലും. ഇതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഓർക്കുകയാണ്, അതിനെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ അടുത്ത കാലത്ത് ഒരു മിഷണറിയെ കൊല്ലുവാനിടയായി.
ഞാൻ അന്നേരം ഓർത്ത കാര്യം ഇതാണ്, അവിടെ ആളുകളെ കൊല്ലുന്നവരാണെന്ന് അറിഞ്ഞിട്ടും അവിടേക്ക് കടന്നുപോയി ദൈവത്തിന്റെ സുവിശേഷം പറയുന്നത് പാപിയോടുള്ള ദൈവജനത്തിന്റെ അഗാധമായ സ്നേഹമല്ലേ? ആ സ്നേഹം നൽകിയത് എവിടെയാണ്? അത് സുവിശേഷത്താൽ ലഭിച്ചതാണ്. സുവിശേഷം അന്യോന്യം സ്നേഹിപ്പാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം. നാം വിശ്വാസികളാണോ? നമ്മളെല്ലാവരും പറയുന്ന കാര്യം വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ തിരുത്താനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം അറിയുക, ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല വിശ്വസിക്കുന്നത്, പിശാചും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഒരു ദൈവം എന്നല്ല ബൈബിൾ പറയുന്നത്, ഏക ദൈവം എന്നാണ്. ഏകദൈവം എന്ന് പറഞ്ഞാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ഏകദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം. ആ ദൈവത്തെയാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? യാക്കോബിനെ പറയുകയാണ്, കൊള്ളാം, നീ മാത്രമല്ല വിശ്വസിക്കുന്നത്, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും, നമുക്കില്ലാത്തൊരു ഗുണം കൂടെ അവനുണ്ട്. എന്താണത്? വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്തു. പിശാചിന് ഭയങ്കര പേടിയാ ദൈവത്തെ. നമുക്ക് ദൈവത്തെ അത്ര ഭയമൊന്നുമില്ല, പക്ഷെ പിശാചിന് പേടിയാണ്. അപ്പോൾ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ ഇപ്പം എത്രത്തോളമായി നമ്മൾ ഏതാണ്ട് പിശാചിനെ പോലെയായി. അതാണ് നമ്മുടെ വിശ്വാസം. ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു, ആ ദൈവത്തെ ഭയങ്കര പേടിയാ, അപ്പോൾ ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ പറയട്ടെ, ഈ പുസ്തകം അതിനെ വിശ്വാസം എന്ന് പറയുന്നില്ല. പിന്നെന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? വിശ്വാസത്തിന്റെ പ്രായോഗികതയുടെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ്. അവിടെ വായിക്കുന്നത്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയണം. അതിന്റെ കൂടെ അല്ലെങ്കിൽ അതിന് മുൻപ് കിടക്കുന്ന കാര്യം, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ആ വിശ്വാസമാണ് ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത്. യേശുക്രിസ്തു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ പറയുന്ന കാര്യമാണ്, രക്ഷിക്കപ്പെടാത്തവർ പറയാറുണ്ട്. എന്നാൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു, ഞാൻ അവനെ കർത്താവായി എന്ന് സ്വീകരിക്കുമ്പോൾ ഒരു പാപി രക്ഷിക്കപ്പെടുവാനിടയാകും. ആ വിശ്വാസമാണ് യഥാർത്ഥമായ വിശ്വാസം. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ ഇടയാകുക. അപ്പോൾ ശരിയായ വിശ്വാസം കൊലോസയിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. മൂന്നാമത്തെ കാര്യം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ നിലനിൽക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ 3-മാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കാൻ പഠിച്ചു, നിങ്ങൾ വിശ്വസിക്കാൻ ഇടയായി. 3-ാമത്തെ കാര്യം, നിങ്ങൾക്ക് വിലയേറിയ പ്രത്യാശ ഉണ്ടാകുവാനിടയായി. എന്താ പ്രത്യാശ? അനേക ക്രിസ്തീയ കുടുംബങ്ങളിലെ ആളുകളും അവരുടെ ഭാവിയെക്കുറിച്ച് ചോദിച്ചാൽ പറയുന്നത്, കർത്താവിൻ്റെ അടുക്കൽ പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും ഞങ്ങളങ്ങനെ പറയാറുണ്ട്, ദൈവമേ ഞങ്ങളെ കൈവിടല്ലേ, വലത്തുഭാഗത്ത് നിർത്തണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് അവർ പറയുന്നത്. ഈ പറയുന്ന കാര്യം ഒരു പുതുമയല്ല, നിങ്ങൾക്കൊന്നും അറിയാവുന്ന കാര്യമാണ്. കർത്താവ് തള്ളിക്കളയരുത്, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കണം, സ്വർഗത്തിൽ പോകണമെന്നുള്ള ഒരു വലിയ ഒരാഗ്രഹം, ഒരു പ്രാർത്ഥന എനിക്കുണ്ട്. എന്നാൽ ചോദിക്കുക, അല്ല, അങ്ങനെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അവർ ആ സമയത്ത് പറയും, അങ്ങനെ ഉറപ്പ് പറയാനായിട്ട് ഇപ്പോൾ ആർക്കാ പറ്റുക? അങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെ നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും അതൊക്കെയാണ്. ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണമെന്നുള്ള ഒരു പ്രാർത്ഥന ഉറപ്പ് പറയാനായിട്ട് കഴിയുകയില്ല. പ്രത്യാശയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേവലം ആഗ്രഹങ്ങളല്ല. നിങ്ങൾ തെളിവായിട്ട് മനസ്സിലാക്കണം. എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു ആകാംക്ഷയുണ്ട്, അതാണ് എൻ്റെ താല്പര്യം. അതിൻ്റെ പേര് പ്രത്യാശ എന്നല്ല. സദൃശവാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ
11-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു, അവന്റെ ആശയ്ക്ക് ഭംഗമുണ്ടാകുന്നു. പാവി ഒരു മനുഷ്യൻ അവൻ മരിക്കുമ്പോൾ അതോടുകൂടെ അവൻ്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു, ആശാഭംഗത്തിലേക്ക് വരികയാണ്, പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. എന്നാൽ പ്രത്യാശയോ 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട്. ദുഷ്ടന് പ്രതീക്ഷയാണ്, ആഗ്രഹമാണ്, പക്ഷെ മരണത്തോടുകൂടെ അവൻ്റെ ആശ തീരുകയാണ്. എന്നാൽ ഇപ്പുറത്ത് ഒരു ദൈവവൈദ്യന് അവന് പ്രതീക്ഷയല്ല, അവന് വിലയേറിയ പ്രത്യാശയാണ്. എന്താ പ്രത്യാശയുടെ പ്രത്യേകത? നിങ്ങൾ ഞാനും ഒരുപാട് അർത്ഥം തേടി അലയണ്ട. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ മതി. അവിടെ പറയുന്നത് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അതിന്റെ പേരാണ് പ്രത്യാശ. ഭംഗം വരാത്തതാണ് പ്രത്യാശ. അത് രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്നത്, അല്ലാതെ യാതൊരു മനുഷ്യനും അതുണ്ടാവുകയില്ല. ഒന്നുകൂടെ ഞാൻ തെളിച്ചു പറയുകയാണ്, ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഉറപ്പ് ഒരു മനുഷ്യന് പ്രാപിക്കാൻ കഴിയണം. അല്ലാതെ മരിച്ചാൽ, വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, പ്രതീക്ഷയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. വേദപുസ്തകത്തിലെ വാക്ക് ഞാൻ ഈ പറയുന്നത്, പാപമോചനം പ്രാപിക്കാതെ, പ്രത്യാശ കൂടാതെ, ദൈവവൈതലാകാതെ ഇവിടം വിട്ടു പോയാൽ ലോകത്തിലെ സകല മനുഷ്യരും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും സ്ഥാനമാറ്റം വരികയില്ല, പാപമോചനം വരികയില്ല, നീ സ്വർഗത്തിൽ ചെല്ലുകയില്ല. അല്ലെങ്കിൽ ഈ പുസ്തകം കളവ് പറയുന്നു എന്ന് പറയേണ്ടി വരും. ഇവിടെ വെച്ചാണ് രക്ഷിക്കപ്പെടേണ്ടത്, ഇവിടെ വെച്ചാണ് പാപമോചനം പ്രാപിക്കേണ്ടത്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ആ പറയുന്നത് സഭ മാറുന്ന കാര്യമല്ല. നിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ സമർപ്പിക്കണം, രക്ഷിക്കപ്പെടണം. അങ്ങനെ വന്നാൽ പാപപരിഹാരം പ്രാപിക്കാൻ ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശദമായിട്ട് ഞാൻ പറയുകയല്ല, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. കേവലം സ്വർഗമല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ ഒരു വ്യക്തിയാണ്, വാഴ്ത്തപ്പെട്ട കർത്താവാണ്. തിമത്തിയോസിന് ലേഖനം എഴുതി തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് പറഞ്ഞു, നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു യേശു. അവനാണ് നമ്മുടെ പ്രത്യാശ, അവനെ കാണാൻ കഴിയുക. ആ പ്രത്യാശ നമുക്ക് തന്ന ദൈവത്തിന് ഹല്ലേലൂയ, സ്തോത്രം. 1, സ്നേഹിക്കാൻ പഠിപ്പിച്ചു. 2, വിശ്വസിക്കാൻ ഇടയായി. 3-ാമത്തെ കാര്യം, വിലയേറിയ പ്രത്യാശയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാൻ ഇടയായി. ഇനി ഇന്ന് രാത്രിയും അവൻ ചെയ്യുന്ന 2-3 വാക്കുകൾ കൂടെ ഞാൻ പറയാം. 1-ാമത്തെ കാര്യം, അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ മുൻപേ ദൈവത്തോട് മനസ്സുകൊണ്ട് അകന്നുപോയവരാണ്, ശത്രുക്കളായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളെ വിശുദ്ധരാക്കി നിർത്തേണ്ടതിന് അവൻ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിങ്ങളെ നിരപ്പിച്ചു എന്നുള്ളതാണ്. ദൈവം ആരാണ്? മഹാപരിശുദ്ധനാണ്. യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന് പറയത്തക്കവണ്ണം ഏറ്റവും പരമവിശുദ്ധനായ ദൈവം, സ്വർഗവും ആ കണ്ണുകളുടെ മുൻപാകെ പൂർണ്ണമായി ശുദ്ധമല്ല. അങ്ങനെയാണെങ്കിൽ ആ ദൈവം എത്രയോ വിശുദ്ധനാണ്. ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു, മരണമനുഭവിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കാൽവറിയിലെ മരണത്താൽ അവൻ നമ്മോട് നിരക്കുകയല്ല, നമ്മെ ഉയർത്തി ദൈവത്തോട് നിരപ്പിക്കുകയാണ്. എങ്ങനെ? അവൻ്റെ മരണത്താൽ. സുവിശേഷ പ്രസംഗത്തിൻ്റെ കാതലായ ഒരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണമെന്ന് പറയുന്നത്. വിശദീകരിക്കാൻ ആവശ്യമുള്ളതാണ്. എങ്കിലും ഞാൻ ഒരു വാക്ക് മാത്രം പറയുകയാണ്. പാപത്തിൻ്റെ ലാഞ്ചനയില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാണ്, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പരിപൂർണ വിശുദ്ധനായവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തിലെ യാഗത്താൽ
അവൻ നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ പ്രസാദിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്നുവരെ കൃപയിലേക്ക് കടന്നു വന്നവരല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ ഉയർത്തുന്നവനാണ്. ഉയർത്തിയിട്ട് രാജാധിരാജാവിനോട് നിരപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് സുവിശേഷം അംഗീകരിപ്പാൻ ഇടയാകട്ടെ. സുവിശേഷം ചെയ്യുന്നത് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നു തൻ്റെ മരണത്താൽ. മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നത്, അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി എന്നാണ്. നമുക്കറിയാം, രക്തച്ചൊരിച്ചിൽ എവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം സമാധാനം പോയിട്ടുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ചില മാസങ്ങളായിട്ട് തന്നെ നമ്മൾ വായിക്കുന്ന കാര്യമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം. ഇന്നത്തെ വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ തോന്നി, ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാലും ഇനിയും അനേകായിരങ്ങൾ അവിടെ മരിക്കും. സാഹചര്യം അങ്ങനെയാണ്, സമാധാനമില്ല. ഓരോ ദിവസത്തെയും ചിത്രങ്ങൾ കാണുമ്പോൾ ഹൃദയം അലിഞ്ഞു പോകും. തകർന്നുപോയ ജീവിതങ്ങൾ, രക്തമൊഴുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എവിടെയാണ് സമാധാനം? മലയാളക്കരയിൽ, നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നത് രക്താങ്കിതമായ സ്ഥലങ്ങളെന്നാണ്. ആ പേര് ഞാൻ പറയുന്നില്ല. ചോര വീഴുന്ന മണ്ണാണ്. എവിടെയാണ് സമാധാനം? എന്നാൽ ലോക ചരിത്രത്തിൽ ഒരേ ഒരു സ്ഥലത്ത് രക്തം ചിന്തി സമാധാനമുണ്ടാക്കി. ആ സ്ഥലമാണ് കാൽവറിയിലെ കുന്ന്. അവൻ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. എത്രയെത്ര ആളുകളാണ് ആ മരണത്താ സമാധാനത്തിലേക്ക് വന്നത്. കലുഷിതമായ എന്തുമാത്രം ഹൃദയങ്ങളാണ് അവങ്കിലേക്ക് വന്ന് സമാധാനം അനുഭവിക്കുന്നത്. നദി പോലെയുള്ള സമാധാനം അത് തന്നത് കാൽവറിയിലെ മരണത്താലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാം എല്ലാവരും സമാധാനം അനുഭവിക്കുന്നവരാണോ? സ്വർഗീയ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം, കണ്ണുനീര് വരുമ്പോൾ പാടുവാൻ കഴിയുന്ന സമാധാനം, സകലവും നഷ്ടപ്പെട്ടാലും അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്ന ആ സമാധാനം, അത് ഇന്ന് രാത്രി അവൻ തരുന്നവനാണ്. ക്രിസ്തുവിൽ നമുക്ക് ശാശ്വതമായ സമാധാനം ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുണ്ട്. ആ പാറയുടെ വിള്ളലിലേക്ക് വന്നവര് നിത്യസമാധാനം അനുഭവിക്കുവാൻ ഇടയായിത്തീരും. മരിക്കുമ്പോഴോ, യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ മരിക്കുമ്പോൾ സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എവിടേക്ക് പോകുന്നതല്ല, ഒരു വിശ്വാസി മരിക്കുമ്പോൾ നിത്യസമാധാനത്തിലേക്ക് അവൻ കടക്കുകയാണ്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. മറ്റൊരു വാക്യം, അതിൻ്റെ 14-ാം വാക്യമാണ്. ആ വാക്യം എങ്ങനെയാണ്? അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. പാപമോചനം കർത്താവിൻ്റെ വകയാണ്. ആ പാപമോചനം എന്ന് പറയുന്നത് വീണ്ടെടുപ്പാണ്, പാപങ്ങൾ മോചിക്കുന്നവനാണ്. ഞാൻ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടുണ്ടോ? വെറുതെ തോന്നുന്ന കാര്യമല്ല. ശരിയായിട്ട് പറഞ്ഞാൽ എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഇവിടെ ഇരിക്കുന്ന സ്നേഹിതരെ ചിന്തിക്കണമേ, പാപമോചനം ദൈവം തരുന്നതാ. ആ പാപങ്ങൾ മോചിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ്. അവൻ നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നവനാണ്. പാപമോചനത്തിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. നമ്മുടെ പൈസ അവന് വേണ്ട. ഒരു സ്ഥലത്തേക്ക് നടക്കണ്ട. തീർത്ഥയാത്ര വേണ്ട. നേർച്ച കാഴ്ച വേണ്ട. മരണം വരെ പ്രാർത്ഥിക്കണ്ട. മരണാനന്തരം പ്രാർത്ഥിക്കണ്ട. പാപമോചനം ഇന്ന് രാത്രി അവൻ നമുക്ക് തരുന്ന ദൈവമാണ്. അത് പ്രാപിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാപങ്ങളുടെ മോചനം ക്രിസ്തുവിന്റെ മരണത്താൽ അവൻ വരുത്തി തീർത്തിരിക്കുന്നു. 4-ാമത്തെ വാക്ക് അതുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. വിശദീകരിക്കാൻ ഒട്ടും എനിക്ക് സമയമില്ല. 13-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവ്. ഇന്ന് രാത്രി നാം ജീവിക്കുന്നത് അന്ധകാരത്തിലാണോ? നമ്മുടെ ജീവിത പാപത്തിന്റെ കൂരിരുട്ടിലാണോ? അവൻ നമ്മെ അതിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. പാപത്തിന്റെ ഇരുട്ടിൽ നിന്ന്, പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന്,
അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. വിടുവിക്കുക മാത്രമല്ല, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്യുക. ഇന്ന് രാത്രി എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ സഭാവ്യത്യാസമിന്റെ ഇങ്ങനെ ദൈവപുത്രന്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കപ്പെട്ടവർക്കായി ദൈവത്തിന്റെ സ്തോത്രം. നമ്മെ ദൈവം വിടുവിച്ചതിനാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. നിങ്ങളിപ്പോൾ ഇരുട്ടിലാണോ, പാപത്തിലാണോ? ദാ ആ ഇരുട്ടിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, വന്നു കഴിഞ്ഞു. 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ദൈവപുത്രൻ വന്നു, വിടുവിക്കുന്നവൻ വന്നു. പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന കർത്താവ് അവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഈ വാക്ക് പറഞ്ഞ് നിർത്തുമ്പോൾ ഒരു കാര്യം പറയാം. ക്രിസ്തുവിൻ്റെ സുവിശേഷം, ആ സുവിശേഷം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നമ്മെ ഉയർത്തി ദൈവത്തോട് നിരപ്പിക്കുന്നു. ആ സുവിശേഷം നമുക്ക് പാപമോചനം തരുന്നു. ആ സുവിശേഷം നമുക്ക് നിത്യസമാധാനം തരുന്നു. ആ സുവിശേഷം നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപന്റെ രാജ്യത്തിൽ ആക്കി വെക്കുന്നതാണ്. എന്നാൽ ആ സുവിശേഷം അനുസരിക്കാതെ വന്നാൽ, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം ആദ്യത്തെ അധ്യായത്തിൽ വായിക്കുന്നത്, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ ബഹുത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. ഏത് മഹാനായിരുന്നാലും പാപപരിഹാരം പ്രാപിക്കാതെ വന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എന്നേക്കുമായി നിത്യനാശത്തിലേക്ക് പോകേണ്ടി വരും. ആരുമാകട്ടെ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളോ, അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കുന്നയാളോ, യോഗത്തിന് പോകുന്നയാളോ, ആരുമാകട്ടെ, അല്ല വേറെ മതസ്ഥനാകട്ടെ, നാം ഒരു മനുഷ്യരാണെങ്കിൽ സുവിശേഷം അനുസരിക്കാതെ വന്നാൽ ദൈവത്തിന്റെ സന്നിധാനം വിട്ട് നിത്യനാശം എന്ന ശിക്ഷാവിധിയിലേക്ക് പോകേണ്ടി വരും. ന്യായവിധി അതാണ്. ഈ യോഗത്തിന്റെ ആരംഭമായതുകൊണ്ട് സുവിശേഷം എന്ന ലളിതമായ വിഷയം പറയുകയായിരുന്നു. രക്ഷിക്കപ്പെടാതെ പോകല്ലേ. ഞാൻ ഓർക്കുന്നു, കുറെ വർഷങ്ങൾക്ക് മുൻപ് മൂവാറ്റുപുഴയിൽ KM ജോർജ് ഹാളിന്റെ മുറ്റത്ത് ഒരു കൺവെൻഷൻ നടക്കുകയാണ്. പ്രസംഗിക്കുന്ന ദേവദാസൻ പറഞ്ഞു, ഇന്ന് രാത്രി നമുക്കുള്ള സമയമാണ്, നാളെ നമ്മുടേതല്ല. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാതെ പോയാൽ ചിലപ്പോൾ ന്യായവിധിയിലേക്കാണ് പോകുന്നത്. ഞാൻ റോഡിൽ നിൽക്കുക, അവ 2 ചെറുപ്പക്കാര് ബൈക്കിന് വന്ന് അവിടെ നിർത്തിയിട്ട് അവര് പറഞ്ഞു, ഇന്ന് രാത്രി മരിച്ചാൽ നരകം എന്നൊക്കെ ഹാസ്യമായിട്ട് ഉറക്കെ പറഞ്ഞിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് നേരെ വെള്ളൂർക്കുന്ന ഭാഗത്തേക്ക് പോകുകയാണ്. ആ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കാമായിരുന്നു. ആ പോയ ചെറുപ്പക്കാരുടെ ദേഹത്ത് വാഹനം കയറി കോലഞ്ചേരി എത്തുന്നതിന് മുമ്പ് 2 പേരും മരിച്ചു. ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇതാണ് ജീവിതം. മറക്കല്ലേ, മറക്കരുത്. ഡോക്ടർ ബില്ലി ഗ്രഹാമിന്റെ ഒരു യോഗത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു യോഗം നടന്നു കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് മുൻപോട്ട് വന്നത്. തീരുമാനമെടുക്കാൻ, സമർപ്പിക്കുവാൻ, മാനസാന്തരപ്പെട്ടെന്ന് പറയുവാൻ ആയിരക്കണക്കിന് ആളുകൾ മുന്നോട്ട് വന്നു. ബില്ലി ഗ്രഹാം, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ പോയി ഇരിക്കാൻ, ആ മാർബിൾ ശവത്തിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഞാൻ അന്നേരം ഓർത്ത ഒരു സംഭവമാണ് ഇത്. ആ ദേവദാസൻ അവസാനമായിട്ട് ഒരു സ്ത്രീയോട് സംസാരിച്ചു ആ യോഗത്തിൻ്റെ ഒടുവിൽ. അവൾ കാത്തു നിൽക്കുകയായിരുന്നു. അവളുടെ കയ്യിലൊരു ഓട്ടോഗ്രാഫ്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എനിക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ സമ്മതമാണ്, ഇപ്പോഴല്ല പിന്നൊരിക്കൽ, നോട്ട് നൗ ബട്ട് ലേറ്റർ. ബില്ലി ഗ്രഹാം പറഞ്ഞു, നീ ആരാ? അപ്പം അവൾ പറഞ്ഞു, ഞാനൊരു സിനിമാ നടിയാണ്, ഒരു ഡാൻസർ, ഒരു നർത്തകി കൂടിയാണ്. ഇന്ന് രാത്രി പ്രോഗ്രാമിന് ഞാൻ പോകുകയാണ്. പക്ഷെ നിങ്ങളുടെ പ്രസംഗം എന്നെ വലിയ സ്വാധീനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഈ രാത്രി കഴിയുകയില്ല, നാളെ അല്ലെങ്കിൽ പിന്നീട്
ബില്ലിഗ്രഹാം പറഞ്ഞു, അതിൻ്റെ താഴെ ഞാൻ ഒപ്പിട്ട് തരികയില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടത് നാളെയല്ല, ഇന്ന് രാത്രിയാണ്. ആ സ്ത്രീ പറഞ്ഞു, ബില്ലിഗ്രഹാം, എനിക്ക് ഇന്ന് രാത്രി നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. അവസാനം മനസ്സോടെ പിടിച്ച് എഴുതിച്ചു എന്ന് പറയുന്ന പോലെ അതിനടിയിൽ ഒരു ഒപ്പിട്ട് കൊടുത്തു. യോഗം കഴിഞ്ഞു, ഈ സ്ത്രീ വേറെ വഴിക്ക് പോയി. ബില്ലിഗ്രഹാം അത് കഴിഞ്ഞ് തൻ്റെ ഗ്രൂപ്പുമായിട്ട് അനേക വാഹനങ്ങൾ പോകുന്ന സമയത്ത് കണ്ട കാഴ്ച, ഒരു കാറ് തകർന്നു കിടക്കുകയാണ്. ഇത് കഥയല്ല, ചരിത്രമാണ്. ഒരു കാർ തകർന്നു കിടക്കുന്നു. ഇവരുടെ ഗ്രൂപ്പ് വണ്ടികളെല്ലാം നിർത്തി അവിടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ കണ്ട കാഴ്ച, തകർന്നു കിടക്കുന്ന കാറിൽ ഒരു സ്ത്രീയുടെ ജഡം, ശരീരം. അതിനടുത്ത് കണ്ട കാഴ്ച, അനേക സമയങ്ങൾ തുറന്നു പിടിച്ച ഒരു ഓട്ടോഗ്രാഫ്. ചോര പുരണ്ട ആ കടലാസ് കഷ്ണത്തിലെ അക്ഷരങ്ങൾ ബില്ലിഗ്രഹാം വായിച്ചു. അത് കുറച്ച് മുൻപ് അദ്ദേഹം വായിച്ചതാണ്. ആ സിനിമാ നടിയാണ് കിടക്കുന്നത്, ശവമായിട്ട് കിടക്കുക. അതിനകത്ത് എഴുതി വച്ചിരിക്കുക, ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കാം, ഇപ്പോഴല്ല പിന്നീട്. ബില്ലിഗ്രഹാം പറഞ്ഞതായിട്ടാണ് കേട്ടിട്ടുള്ളത്. ഇനി ഒരു കാലത്തും അവൾക്കതിന് കഴിയുകയില്ലല്ലോ. സ്നേഹിതരെ, ഇന്ന് രാത്രി ദൈവം തന്റെ കൃപയിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് വന്ന് പാപപരിഹാരം പ്രാപിച്ചാൽ ഒരു ദൈവവൈദ്യനായിട്ട് തീരാം. അല്ലാത്ത പക്ഷം പോകുന്നത് മടങ്ങി വരുവാൻ സാധിക്കാത്ത, മടങ്ങി വരുവാൻ കഴിയാത്ത ദൈവക്രോധത്തിന്റെ അടിയറ്റ ആഴങ്ങളിലേക്കാണ്. അത് വരാതിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ രാത്രി നമുക്കുള്ളതാണ്. യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്നടയ്ക്കാം. ദൈവത്തിൻ്റെ സുവിശേഷം നാം കേൾക്കുകയായിരുന്നു. അവൻ ഇന്ന് രാത്രി നമ്മെ സ്നേഹിക്കുന്നവനാണ്. അത് ചെയ്തത് കാൽവറിയിലെ മരണത്തിലൂടെയാണ്. തൻ്റെ ജീവരക്തം കാൽവറിയിലെ കൊലക്കളത്തിൽ മുഴുവനായിട്ടവൻ ഊറ്റിത്തന്നു, ജീവൻ തന്നു. ആ മരണം പാപപരിഹാരത്തിനുള്ള യാഗമായതുകൊണ്ട് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി നാം വിശ്വസിക്കുന്ന കർത്താവ് സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് പിതാവിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ദൈവമാണ്. എന്നാൽ ഇന്ന് രാത്രി അവൻ നമ്മുടെ അടുക്കലുണ്ട്. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ ഞാനുണ്ട്. ഇന്ന് രാത്രി അവനിവിടെയുണ്ട്. നിങ്ങളോട് അവൻ സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് രാത്രി ശാന്തമായിട്ട് പറയുക, വരിക അവന്റെ അടുക്കിലേക്ക്. ഒരു തീരുമാനം നിങ്ങളെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയാകും. ഇവിടെ ഇരിക്കുന്നവരിൽ അനേകം രക്ഷിക്കപ്പെട്ടവരാണ് എന്നെനിക്കറിയാം. എന്നാൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആദ്യ രാത്രി നിങ്ങൾക്ക് ഒരു നിമിഷം ഞാൻ തരികയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്രകാരം കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കേവല വാക്കുകളല്ല, ആഴമായ ഹൃദയ സമർപ്പണത്തിൽ നിന്ന്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടഞ്ഞ് ഇരിക്കുന്ന ഈ സമയത്ത് ഈ രാത്രി അങ്ങനെ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തീരുമാനം വ്യക്തമാക്കുവാൻ ഒരു നിമിഷം ഞാൻ അനുവദിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുക്കൽ ധൈര്യത്തിനായിട്ട് ഈ കാര്യം ചെയ്യാം. ഞാൻ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ഞാൻ അവനെ സ്വീകരിക്കുന്നു. നിങ്ങളുടെ തീരുമാനത്തിന് തെളിവായിട്ട് ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നിങ്ങളുടെ വലങ്കൈ ഒന്ന് ഉയർത്തി കാണിക്കാമെങ്കിൽ നിങ്ങളുടെ ധൈര്യത്തിനായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങൾക്കും അത് അനുഗ്രഹമായിരിക്കും. എന്നെക്കുറിച്ച് ആരെങ്കിലും ലജ്ജിച്ചാൽ ഞാൻ അവരെക്കുറിച്ച് ലജ്ജിക്കും എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ലജ്ജിക്കാതിരുന്നാൽ ദൂതന്മാരുടെ മുൻപാകെ അവൻ ഏറ്റു പറയും. ഇന്ന് രാത്രി ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആ കാര്യം വ്യക്തമാക്കാം. നിങ്ങളുടെ വലങ്കൈ ഒന്ന് ഉയർത്തി ആ കാര്യം സാക്ഷിക്കാം. ഒരു നിമിഷം ആരെങ്കിലും? ഓ, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയ സഹോദര, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പിന്നിൽ ഞാൻ വേറെ പല കൈകൾ കാണുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൈകൾ താഴ്ത്തിയിടുക. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ യോഗത്തിന്റെ പരമമായ ലക്ഷ്യം ഇന്ന് രാത്രി സാധിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ഹല്ലേലൂയ. ഈ രാത്രി തീരുമാനമെടുത്തവർക്കായിട്ട് ദൈവത്തിന്റെ സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും ഇന്ന് രാത്രി ഈ സന്ദേശത്താൽ, ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.